സാംസ്കാരിക നഗരിയുടെ ഹൃദയം ഇക്കുറി താമരയ്ക്കൊപ്പം നിൽക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. ജില്ലയിലെ 12 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ അവകാശപ്പെടുമ്പോഴും 13ാമത്തെ മണ്ഡലമായ തൃശൂർ നഗരത്തിലെ മത്സരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇതിനർത്ഥം CPM കണക്ക് കൂട്ടലുകളിൽ തൃശൂർ കിട്ടുമെന്ന് ഉറപ്പില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഈ മൗനം പാലിക്കുന്നത് പരാജയഭീതി മൂലമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. തൃശൂരിൽ ആര് ജയിക്കുമെന്ന് പറയാൻ തനിക്കാവില്ലെന്ന് അദ്ദേഹം പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. തൃശൂർ നഗരം CPM കണക്ക് കൂട്ടലുകളിൽ നിന്ന് എന്നേക്കുമായി പുറത്തുപോയി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ജില്ലാ സെക്രട്ടറിയുടെ ഈ പിൻവാങ്ങൽ. തങ്ങളുടെ കോട്ടകൾ തകർന്നുവെന്ന് കമ്മ്യൂണിസ്റ്റ് നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ജയിക്കില്ലെന്ന് ഉറപ്പായത് കൊണ്ടാണ് തൃശൂരിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആലങ്കോട് ലീലാകൃഷ്ണനെ CPI സ്ഥാനാർത്ഥിയാക്കിയത്. തൃശൂർ നഗരത്തിന്റെ സ്പന്ദനം അറിയാത്ത ദുർബലനായ ഈ ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ജനം പുച്ഛിച്ചു തള്ളി. LDFന്റെ പോരാട്ടം വെറും പേരിന് മാത്രമാണെന്നും വോട്ട് മറിക്കാനുള്ള നീക്കമാണ് അണിയറിയിൽ നടക്കുന്നതെന്നുമാണ് BJPയുടെ ആരോപണം. ക്രിസ്തീയ സഭയുടെ വോട്ടുകൾ മൊത്തമായി തങ്ങളുടെ പെട്ടിയിലാക്കുമെന്ന് വീരവാദം മുഴക്കുന്ന UDFനും ഇക്കുറി തെറ്റും. FCRA പ്രശ്നങ്ങൾ പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ രാജൻ പലനും സംഘവും ശ്രമിച്ചെങ്കിലും തൃശൂരിലെ പ്രബുദ്ധരായ ക്രൈസ്തവ സഹോദരങ്ങൾ മോദി സർക്കാരിന്റെ വികസന നയങ്ങൾക്കൊപ്പം നിലയുറപ്പിച്ചു കഴിഞ്ഞു. വോട്ടുകൾ ഭിന്നിക്കുമെന്നും ഭൂരിഭാഗം നിഷ്പക്ഷ വോട്ടുകളും പത്മജയ്ക്ക് അനുകൂലമാകുമെന്നുമാണ് BJPയുടെ കണക്കുകൂട്ടൽ. തൃശൂർ നഗരം മാത്രമല്ല, മണലൂർ, നാട്ടിക എന്നീ മണ്ഡലങ്ങളിലും BJP അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഓരോ വീട്ടിലും എത്തുമെന്ന വിശ്വാസത്തിലാണ് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞത്. പത്മജ വേണുഗോപാലിന്റെ വ്യക്തിപ്രഭാവവും BJPയുടെ സംഘടനാ കരുത്തും ചേരുമ്പോൾ തൃശൂരിൽ ഇക്കുറി താമര വിരിയുമെന്ന് 100% ഉറപ്പ്. പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഇടതും വലതും പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. പതിറ്റാണ്ടുകളായി തൃശൂരിനെ മാറി മാറി വഞ്ചിച്ച ഇടത് വലത് മുന്നണികളുടെ അന്ത്യകൂദാശയ്ക്കാണ് സാംസ്കാരിക നഗരി കാത്തിരിക്കുന്നത്. തോൽവി മണത്തത് കൊണ്ടാണ് CPM ജില്ലാ സെക്രട്ടറിക്ക് തൃശൂർ നഗരത്തെക്കുറിച്ച് പ്രവചിക്കാൻ നാവ് പൊങ്ങാത്തത്. അബ്ദുൾ ഖാദറിന്റെ വാക്കുകളിലെ അഭയം തൃശൂരിലെ ഓരോ BJP പ്രവർത്തകന്റെയും വിജയമാണ്. പുറത്തുനിന്നുള്ള ഇറക്കുമതി സ്ഥാനാർത്ഥികളെ വെച്ച് തൃശൂരിനെ പരീക്ഷിക്കാമെന്ന് കരുതിയ ഇടതുപക്ഷത്തിന് ജനങ്ങൾ നൽകിയത് കനത്ത പ്രഹരമാണ്. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണനവും കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതിയ UDFും നിലം പരിശാകും. ക്രിസ്തീയ സഭയെയും വോട്ടർമാരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്ന രാജൻ പല്ലന്റെ മോഹം നടക്കില്ലെന്ന് പോളിംഗ് ശതമാനം തെളിയിക്കുന്നുണ്ട്. പത്മജ വേണുഗോപാലിലൂടെ തൃശൂരിന്റെ വികസനത്തിന് ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. പരാജയഭീതിയിൽ പരസ്പരം വോട്ട് കച്ചവടം നടത്തുന്ന അന്തർധാരകൾക്കും തൃശൂർ ഇക്കുറി വിരാമമിടും. മെയ് 4 വോട്ടെണ്ണുമ്പോൾ തൃശൂരിന്റെ ആകാശം താമരയുടെ ശോഭയിൽ ചുവക്കും. സാംസ്കാരിക നഗരി ഇനി മോദിജിയുടെ വികസന നയങ്ങൾക്കൊപ്പം, പത്മജയ്ക്കൊപ്പം.